ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ബോക്സ് കൊണ്ടൊരു ബോക്സ് ഉണ്ടാക്കിയല്ലോ. എങ്ങനെയുണ്ട്, വെറൈറ്റി അല്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു പണി എടുക്കുന്നതെന്ന്. അങ്ങനെ ഒരു പണീൻ്റെ ആവശ്യമുള്ള ഒരാൾ നമ്മളെടുത്തിട്ടുണ്ട്, ടിങ്കിയാണ്. അപ്പം വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറക്കാനായല്ലോ. അപ്പോൾ വെക്കേഷൻ ടൈമിൽ ഇപ്പം കുട്ടികൾക്ക് കുറേ സെമിനാർ, പ്രൊജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ടിങ്കിക്ക് കൊടുത്തിട്ടുള്ളൊരു ഇതാണ് കേട്ടോ, വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്നെപ്പോലെ മടിയുള്ള ആളുകളൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണിത്. കാരണം മടി ആയതുകൊണ്ട് തന്നെ ഒരു പെട്ടി മുറിച്ചിട്ട് അതിന് വീണ്ടും ഒരു പെട്ടിയാക്കിയ കഥയാണ് ഇപ്പോൾ ഇത്. ഓൾ വീട്ടിൽ വന്ന ടൈമിൽ പറഞ്ഞപ്പോൾ നല്ല രീതിയിൽ എന്തെങ്കിലും ഒരു ഐറ്റമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം വന്നപ്പോൾ ലാസ്റ്റ് ടൈം ആയപ്പം മടിയൊക്കെ കൂടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഒരു ബോക്സ് മുറിച്ചിട്ട് പിന്നെ ഇതുപോലെ സ്റ്റേപ്ലർ അടിച്ചതിന് ശേഷം ഒരു കളർ പേപ്പർ അതിനെ ചുറ്റും ഒട്ടിക്കുന്നുണ്ട്. അത് ചുറ്റും ഒട്ടിക്കലും കള്ളപ്പണി തന്നെയാണ് കേട്ടോ. കാരണം വിസിബിൾ ആയിട്ടില്ല, അതായത് എല്ലാവരും കാണുന്ന ഏരിയയിൽ മാത്രമാണ് ഞാൻ ഒട്ടിച്ചിട്ടുള്ളത്. അടിഭാഗത്തൊന്നും ഒട്ടിച്ചിട്ടില്ല. അപ്പം മടിയന്മാർ മല ചുമക്കെന്ന് പറയും പോലെ ചുമക്കുമായിരിക്കും. പക്ഷേ എന്തായാലും അന്ന് ഞാൻ ചുമന്നിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ ഫുള്ള് കവർ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു കളർ പേപ്പർ എടുത്തിട്ട് ഞാനതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം കേട്ടോ. ഓളെ പറ്റിക്കാനും കുട്ടികളെ പറ്റിക്കാനും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മതി. പിന്നെ ഓർക്കൊരു ഇത്തിരി നേരത്തേക്കാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ എഫേർട്ട് എടുക്കാഞ്ഞത്, അല്ലാണ്ട് മടികാരനല്ല കേട്ടോ. അപ്പം അങ്ങനെ ഫുള്ള് കവർ ചെയ്തതിന് ശേഷം പിന്നെ ഈ ഫ്ലവറിൻ്റെ ഷേപ്പ് ഞാൻ ഫ്രണ്ടിലും ബാക്കിലും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതോ ഒരു ഉടുപ്പിൻ്റെ എന്തോ ഒരു റിങ് ഇതുപോലെ ഇവിടുന്ന് വീണ് കിട്ടി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ കുറച്ച് അറുപാടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും ഇതിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മക്കളല്ലേ, ഓർക്ക് എന്തുണ്ടാക്കി കൊടുത്താലും ഒരു ഹാപ്പി ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ടിങ്കി ഇതിൽ വളരെ ഹാപ്പിയാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറേ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അഭിപ്രായങ്ങളൊന്നും ഞാൻ മാനിച്ചിട്ടില്ല. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഓക്കെയാണ്. അപ്പം ഈ വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്നെ പോലെ മടിയുള്ള ഏതെങ്കിലും വീട്ടമ്മമാർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് മക്കളെ തൃപ്തിപ്പെടുത്താൻ നോക്കിക്കോളിട്ടോ.